പറയാനില്ലേ? നിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? മോൾ ഉറങ്ങുവാണോ? അല്ല മമ്മി, ചെറിയൊരു തലവേദന, പതിയൊന്ന് മയങ്ങിപ്പോയി. മമ്മി എപ്പോഴും മോളോട് പറയാറില്ലേ, മനുഷ്യരെപ്പോഴും മാറ്റത്തിന് വിധേയരാണെന്ന്. ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാകുന്നത് അല്പം താമസിച്ചായിരിക്കും. അത് സാരമില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് മനുഷ്യർക്ക് ഇച്ഛാശക്തി എന്ന ഗുണം കൊടുത്തിരിക്കുന്നത്, തിരുത്താനുള്ള സമയം. അതിൻ്റെ ആദ്യപടിയായിട്ട് മോൾ അതിൽ ഒപ്പിട്ടതെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ സേവയെ വിളിച്ചിരുന്നു. ലോക്കറിൽ നിന്ന് ഗോൾഡ് എടുക്കുന്നതിന് മോളുകൂടി വരണമെന്നവർ പറയുന്നത്. അത് മമ്മി തന്നെ എങ്ങനെയെങ്കിലും നോക്കിയും കണ്ടും ചെയ്താൽ മതി. ഞാനായിട്ട് ഇനി ഒന്നിനും എങ്ങോട്ടും ഇല്ല. ഷൈനി ആൻറ്റി വന്നിട്ടുണ്ട്. മോളെ ഒരുപാട് അന്വേഷിച്ചു. അടുത്ത വ്യാഴാഴ്ച അവൾ കാനഡയിലേക്ക് തിരിച്ചു പോകും. പോകുന്നതിന് മുമ്പായി അന്ന് പറഞ്ഞ വിഷയത്തിൽ മോളുടെ അഭിപ്രായം. പ്ലീസ്, എനിക്ക് ഒട്ടും വയ്യ. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. മോളുടെ ഈ അവസ്ഥ മമ്മി അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ മമ്മിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ജനിപ്പിച്ച് വളർത്തിയ മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, അതനുസരിക്കുക എന്നുള്ളത് ആ മക്കളുടെ കടമയാണ്. അതുകൊണ്ട് മാത്രം മോളുടെ ഈ അവസ്ഥയിൽ മമ്മി വന്നിത് പറയുന്നത്. ഓ, ബാധ്യതകളൊക്കെ ഇറക്കി വെക്കാൻ മമ്മിക്ക് തിടുക്കമായല്ലേ? അങ്ങനെയൊന്നും അല്ല മോളെ മമ്മി പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാവർക്കും മോളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ മോളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് മമ്മി പറഞ്ഞത് മോള് വകവച്ചില്ല. എന്നിട്ടും ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ മോളെ? ഒരു വലിയ മാറ്റം വന്നു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മളാണ്. ജീവിതത്തിലെ രണ്ടാമതൊരവസരം നമുക്ക് കിട്ടിയ അത് തീർച്ചയായും നമ്മൾ വിനിയോഗിക്കണം. മമ്മിക്ക് ഇത്രേ പറയാനുള്ളൂ. മോള് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക കേട്ടോ. ഷൈനി ആൻറ്റിയോട് മമ്മി ഒരെസ് പറഞ്ഞോട്ടെ? വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയിലെ ഈ ഡിവോഴ്സ്. വീട്ടുകാരോട് പിന്നെയും പറഞ്ഞു നിൽക്കാം, പക്ഷേ നാട്ടുകാരുടെ കാര്യം അല്ലെങ്കിലും ഞാനാരെയാണ് കുറ്റപ്പെടുത്തണേ? എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഒരു പെൺകുട്ടിയുള്ളല്ലോ എന്നോർത്ത് ഒരുപാട് ലാളിച്ച് തന്നെയാണ് ഞാൻ അവളെ വളർത്തിയത്. അവളുടെ ഒരാഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. വേറെ മതത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് പോലും ഞാൻ അവളെ മാറ്റി നിർത്തിയിട്ടുമില്ല. അവൾ കാരണം സഭക്കാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ പലതവണ നാണം കെട്ടതാണ് ഞാൻ. എന്നിട്ട് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി നീ പറഞ്ഞ വിഷയം ഞാൻ സംസാരിച്ചപ്പോൾ അവൾക്കതൊന്നും കേൾക്കണ്ട. ഞാൻ ശരിക്കും മടുത്തു. ഇത് കൂടുതൽ ഈ ജന്മത്തിൽ ഞാനൊന്നും അനുഭവിക്കാനില്ല. മെറിൻ ബാങ്കിലെ മാനേജറല്ലേ? റോയിയും കാനഡയിൽ ബാങ്കിലാ. ഞാൻ മെറിൻ്റെ കാര്യം അവരോട് സംസാരിച്ചിരുന്നു. അവർക്ക് എതിർപ്പൊന്നും ഇല്ലാന്നേ. കാര്യം റോയിയും ഡൈവേഴ്സ്ഡാണല്ലോ. പിന്നെ 2 പേരും ഒരേ പ്രൊഫഷൻ ആയതുകൊണ്ട് അവൾക്കും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാമല്ലോ. അതാ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് അവളോട് ഈ കാര്യം സംസാരിക്കാൻ പറഞ്ഞേ. ഞാൻ ആരോടൊന്നും പറയുന്നില്ല ഷൈനി. ഇവക്ക് താഴെ ഒരു മോൻ കൂടെ എനിക്കുണ്ട്. കല്യാണം കഴിഞ്ഞ പെങ്കൊച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നതിൻ്റെ പേരിലാണ് അവനും ഒന്ന് 3 ആലോചന മാറിപ്പോയത്. ശരിക്കും ഇവളിവിടെ ഉള്ളത് കൊണ്ട് അലക്സ്മാൻ വീട്ടിലേക്ക് പോലും വരാതെ ക്വാർട്ടേഴ്സിൽ തന്നെ കഴിയുന്നത്. ഒരിക്കലും ഇവള് കാരണം ഞങ്ങളെല്ലാം വല്ലാതെ നാണം കെട്ടു. ഇനി ഇവളുടെ പേരിൽ ബാക്കിയുള്ളവരുടെ ജീവിതം കളയണമെന്ന് അലക്സ്മാൻ എന്നോട് ചോദിക്കുന്നത്. എന്നാൽ അവളെങ്കിലും ഈ അവസ്ഥയിൽ അതറിഞ്ഞൊന്ന് സഹകരിക്കണ്ട. അതുമില്ല. ഞാൻ ശരിക്കും മടുത്തു. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം?
ഹലോ സർ. ആ മെറിൻ, 2 ദിവസം കൂടിയല്ലേ മെറിന് ലീവ്? അതെ സർ. 2 ദിവസം നോക്കണ്ട, നാളെ തന്നെ മെറിൻ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യണം. എന്ത് പറ്റി സർ? എന്ത് പറ്റിയെന്നോ? എടോ, താൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്? വല്ല ബോധമുണ്ടോ? ലാസ്റ്റ് മന്തിൽ മെറിൻ വെരിഫൈ ചെയ്ത 17 ട്രാൻസാക്ഷൻ എറർ ഉണ്ട്. അത് മാത്രമല്ല, 10 lakhs അപ്പോൾ ഉള്ള 2 ചെക്ക് വിഡ്രോവലിന്റെ സിഗ്നേച്ചർ മാച്ചിങ് അല്ല. അതിൽ ഒരെണ്ണം ഫ്രോഡായിരുന്നു. കസ്റ്റമർ കംപ്ലൈന്റ് ആയിട്ട് ഇന്ന് ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. മെറിന് 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മെറിൻ ശ്രദ്ധിക്കാതെ പോകുന്നത്? നാളെ കഴിഞ്ഞ് ഓഡിറ്റിംഗ് തുടങ്ങുവാണ്. മെറിൻ, തൻ്റെ എക്സ്ക്യൂസിന് ഒരു പരിധിയുണ്ട്. സോ എനിക്കൊന്നും അറിയണ്ട, നാളെ മെറിൻ ബ്രാഞ്ചിൽ ഉണ്ടായേ പറ്റൂ. ആ പിന്നെ, തൻ്റെ നാട്ടിലേക്കുള്ള ട്രാൻസ്ഫറിൻ്റെ അപ്രൂവൽ തൽക്കാലം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. നാളെ എത്രയും വേഗം ബ്രാഞ്ചിൽ വന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കും.